കാരണം ഇന്നേവരെ ഒരു മന്ത്രി ഒന്നും ചെയ്യാത്ത, ദിവസ സമുദായത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത കാര്യങ്ങള് മോദി വന്നിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രിയുടെ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ മോദി ഇപ്പൊ മുന്നോട്ട് വെക്കുന്നുണ്ട്. മോഡിയെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ധീവര സമുദായത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോ മോദിയെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായം. എല്ലാ മാറ്റത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ധീവരസഭ ഇന്ന് വരെയും രണ്ട് പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ന് വരെ ഞങ്ങളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാൾ വരെയും ഈ 50 വർഷമായിട്ടും ധീവര സമുദായത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തക്കതായ മറുപടി കൊടുക്കുവാൻ വേണ്ടി ധീവര സമുദായം ഒന്നിച്ചൊറ്റക്കെട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ധീവരസഭയുടെ വോട്ട് ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ഉണ്ടല്ലോ. ഇത് ബിജെപിയുടെ ഭാഗമാകുമോ? ഇനി ബിജെപിയുടെ ഭാഗമാകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കേരളത്തിലെ ധീവര സമുദായം ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ പിന്നിൽ അണിനിരക്കും. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയാണ്. അപ്പൊ ഈ സമയത്ത് ധീവര സഭയുടെ അംഗങ്ങളായിട്ടുള്ള ചേച്ചിമാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം മോദിജിയെ ക്ഷണിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? അശ്വതി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എളങ്ങുന്നപ്പുഴ, പുതുവൈപ്പ് എളങ്ങുന്നപ്പുഴ 21ാം വാർഡ് മെമ്പറാണ്. ചേച്ചി, ഇപ്പോ നരേന്ദ്രമോദി ധീവര സഭയുടെ സുവർണ ജൂബിലി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണോ? മോദിയെ പറ്റി എന്താണ് അഭിപ്രായം? അദ്ദേഹത്തെ ക്ഷണിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തെ നല്ല സദ്ഭരണമാണ്. ധീവരസഭയ്ക്ക് വേണ്ടിയും ആ സമുദായ സംഘടനകൾക്കും വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ചേച്ചി, ഇപ്പോ ഈ ഏറ്റവും പ്രധാനമായിട്ട് LDFനും UDFനും മാറി മാറി വോട്ട് ചെയ്തിരുന്ന ഒരു സമുദായമാണല്ലോ ധീവര അരയ സമുദായം. അപ്പൊ ഇത്തവണ എന്തെങ്കിലും മാറ്റങ്ങൾക്കുള്ള സാധ്യത ഉണ്ടോ? BJP വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? മാറും, തീർച്ചയായിട്ടും മാറും. അതിനുള്ളൊരു തെളിവാണ് ഇത്രയും വലിയൊരു ജനസാഗരം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. S ശർമ്മ എന്ന് പറയുന്ന മുൻ മന്ത്രി, അദ്ദേഹം ഈ അരയ സമുദായത്തിന്റെ വോട്ട് നേടി വിജയിച്ച ഒരു വ്യക്തിയാണല്ലോ. പക്ഷെ നിങ്ങളുടെ സമുദായം അദ്ദേഹത്തെ നിങ്ങളെ സുവർണ ജൂബിലി പരിപാടിക്ക് ക്ഷണിച്ചിട്ട് വന്നില്ല. പ്രതിഷേധമുണ്ടോ? അദ്ദേഹം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഈ ഒരു സമുദായത്തിന്റെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ്. അപ്പോ തീർച്ചയായും അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയപരമായുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ആയിരിക്കാം എത്താഞ്ഞത്. അദ്ദേഹത്തോട് പ്രതിഷേധമുണ്ടോ? എത്താത്തതിൽ നല്ല പ്രതിഷേധമുണ്ട്. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? സന്ധ്യ. ചേച്ചി, ഇപ്പോ മോഡിയെ കണ്ടിരുന്നോ? കണ്ടു. എങ്ങനെയുണ്ട് ഈ പറയുന്ന ധീവര സഭയുടെ സുവർണ ജൂബിലി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് സമുദായത്തിലെ അംഗങ്ങളിലേക്ക് ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഇനി മാറുമോ? BJPക്ക് അനുകൂലമായുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നേവരെ ഒരു മന്ത്രി ഒന്നും ചെയ്യാത്ത, ദിവസ സമുദായത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത കാര്യങ്ങള് മോദി വന്നിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രിയുടെ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ മോദി ഇപ്പൊ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ ഈ ധീവരസഭ അല്ലെങ്കിൽ അരയ സമുദായത്തിലെ ആളുകൾ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ഉണ്ട്. ഈ LDFും UDFും മാറി മാറി ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സഹായം അവർ ചെയ്തിട്ടില്ല. BJPയിലൂടെ മാറ്റം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവും. BJP മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പ്രതീക്ഷയുണ്ട്. S ശർമ്മ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലല്ലോ, പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? അത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് അയാള് മന്ത്രി, ഒരു മുൻ മന്ത്രിയായിരുന്നു, ഒരു ധീവരനും കൂടി ആയിരുന്നു. അപ്പൊ നമ്മുടെ ധീവര സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വരേണ്ടതായിരുന്നു. ഇല്ല, പ്രതിഷേധം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് പവിത്രൻ, PV പവിത്രൻ. ചേട്ടിപ്പോ ഈ ധീവര സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? നിങ്ങൾ ക്ഷണിച്ചതാണോ മോദിയെ? ഞങ്ങള് ധീവരസഭ ഇന്ന് വരെയും രണ്ട് പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ന് വരെ ഞങ്ങളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാൾ വരെയും ഈ 50 വർഷമായിട്ടും ധീവര സമുദായത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തക്കതായ മറുപടി കൊടുക്കുവാൻ വേണ്ടി ധീവര സമുദായം ഒന്നിച്ചൊറ്റക്കെട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ധീവരസഭയുടെ വോട്ട് ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ഉണ്ടല്ലോ. ഇത് BJPയുടെ ഭാഗമാകുമോ? ഇനി BJPയുടെ ഭാഗമാകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി കേരളത്തിലെ ധീവര സമുദായം ഒറ്റക്കെട്ടായി
നരേന്ദ്രമോദിയുടെ പിന്നിൽ അണിനിരക്കും. ഈ ധീവര സമുദായം മുന്നോട്ട് വെച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ എല്ലാവരും ഈ മത്സ്യത്തൊഴിലാളികളാണല്ലോ, പല ആളുകളും മത്സ്യത്തൊഴിലാളികളാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രതിസന്ധികളൊന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായങ്ങളൊന്നും UDF-ന്റെ ഭാഗത്തുനിന്ന് LDF-ന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ധീവര സമുദായത്തിന് ഒരു ചെറിയ സഹായങ്ങൾ കിട്ടിയത്. പിന്നെ ഇന്ന് വരെ AK ആന്റണി ഉമ്മൻചാണ്ടിയും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തതല്ലാതെ LDF ഇന്ന് വരെയും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും ഈ ധീവരസഭയ്ക്ക് വേണ്ടി ഇന്ന് വരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്ന് അതിന്റെ പ്രതിഷേധവും ഞങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശർമ്മയെ ആവശ്യപ്പെട്ടിട്ട് പോലും ശർമ്മ പങ്കെടുത്തില്ലെന്നാണ്. LDF മാറി നിൽക്കുകയാണ്. ധീവര സമുദായത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച ശർമ്മ പോലും ഞങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് ശക്തമായ തിരിച്ചടി ഞങ്ങൾ ധീവര സമുദായം കൊടുക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ചേട്ടാ നമസ്കാരം. പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? ഈ ധീവര സഭയുടെ ഒരു കാഴ്ചപ്പാട് ഇത്രയും കാലം LDF-നും UDF-നും മാറി മാറി വോട്ട് ചെയ്തിരുന്ന ഒരു സമുദായമാണല്ലോ. ഇത്തവണ എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്രാവശ്യം BJP-ക്ക് അനുകൂലമായിട്ടാണ് താല്പര്യം. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ബിൻസി. എന്താ ചെയ്യുന്നത്? വീട്ടില. ചേച്ചി ഇപ്പൊ മോഡിയെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ധീവര സമുദായത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോ മോദിയെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായം. എല്ലാ മാറ്റത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് തന്നെ. ഇത്തവണ ധീവര സമുദായ അംഗങ്ങൾ BJP വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, മാക്സിമം പ്രതീക്ഷയുണ്ട്. എന്താണ് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള കാരണം? എന്താണ്? മാറ്റങ്ങളുണ്ടാണല്ലോ, അതുകൊണ്ടല്ലേ മോദി വന്നു നമ്മുടെ ധീവര സഭയുടെ ഇതിന്. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. LDF-ന്റെ ഭരണത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഭരണം ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. മുഖ്യമന്ത്രിയെ പറ്റി എന്താ അഭിപ്രായം? ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. ഇത്ര ഇഷ്ടമില്ല മുഖ്യമന്ത്രിയെ എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു ഗുണവുമില്ല അവര് ഭരിച്ചിട്ട്. ഞങ്ങൾക്ക് ഗുണമില്ലാത്തോണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറൊരു മാറ്റം വേണം, അത്രേ ഉള്ളൂ. പേരെന്താ? നമസ്കാരം. പേരെന്താ? അജിത. എവിടെ? സ്ഥലം എവിടെയാണ്? പുതുവൈപ്പാണല്ലേ. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അതെ. മോദിജി നിങ്ങളുടെ പരിപാടിക്ക് പങ്കെടുത്തിരിക്കുകയാണല്ലോ, എങ്ങനെയുണ്ട്? സന്തോഷത്തിലാണോ? സന്തോഷം, അതിയായ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് മോദിനെ. ഇത്തവണ നിങ്ങളുടെ സമുദായാംഗങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം? അത്ര അഭിപ്രായമില്ല. ഭരണം മോശമാണോ? മോശമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ നരേന്ദ്രമോദിയെ കണ്ടിരുന്നു? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? BJP കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? BJP 100% കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. അരയ സമാജത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിലെത്തിയിരുന്നത്. പക്ഷേ 10 ലക്ഷത്തോളം അരയ സമാജത്തിലെ ആൾക്കാര് മോദിജിയുടെ ഒപ്പം നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് അണിനിരുന്ന കണ്ണിന്. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാര് മോദിജിയുടെ പ്രസംഗം കേൾക്കാൻ ഒരു നോക്ക് കാണാനും തിക്കിത്തിരക്കി വന്നിരിക്കുന്ന കാഴ്ചയായിരുന്നു കലൂർ കണ്ടിരുന്നത്. കാരണം വെറും 20,000 പേര് ഉള്ള സ്റ്റേഡിയത്തിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഉള്ളത് 60,000, 70,000, 80,000 പേരുള്ള തിക്കുന്ന ഒരു നോക്ക് കാണാൻ വേണ്ടി. കാരണം വെയിലും ഒന്നും വകവെക്കാണ്ട് 70, 80 വയസ്സായിട്ടുള്ള അമ്മൂമ്മമാരും ഒക്കെ ഇവിടെ മോദിജിനെ കാണാൻ വേണ്ടി നിന്നത്. അത്രയും ആവേശഭരിതമായിട്ടാണ് ഉള്ള ഒരു ജനതയാണ് ഇന്ന് കാലത്ത്. കാരണം വെച്ചാൽ നമുക്ക് 100% നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ തറപ്പിച്ച് പറയാം. അടുത്ത ഇലക്ഷന് നമ്മൾ തന്നെ ഇവിടെ സുവർണ പതാക നമ്മുടെ BJP-യുടെ ഈ കൊടി പാറിക്കും. കാരണം നമ്മൾ ഭരണം പിടിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അരയ സമുദായത്തിലേക്ക് ആളുകൾ BJP-ക്കൊപ്പം ചേരുന്നതിന് അല്ലെങ്കിൽ BJP-യിലേക്ക് വരുന്നതിന് പ്രധാന കാരണം LDF-നെയും UDF-നെയും അടുത്തിട്ടാണോ? കഴിഞ്ഞ 50 വർഷമായിട്ട് LDF-ന്റെയും UDF-ന്റെയും ഭരണം കാരണം മടുത്ത്. കാരണം എന്ന് വെച്ചാല് ഇന്ന് നമ്മൾക്ക് ഇനി ആകെയുള്ള പ്രതീക്ഷ മോദി. കാരണം BJP-യുടെ ഭരണം മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായിട്ടുള്ളത് BJP-യുടെ ഭരണം കേരളത്തിൽ വരണം. എല്ലാ സംസ്ഥാനങ്ങളും വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കേരളം പിടിച്ചടക്കാൻ വേണ്ടി പോകുന്നു. കേരളം പിടിച്ചടക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് ഇത്തവണ BJP-യുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2020 പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP-ക്കൊപ്പം ചേർന്നിരിക്കുകയാണല്ലോ NDA-യുടെ ഭാഗമായിട്ട്. ഇതെല്ലാം ഒരു മൂലകാരണമാകുമോ? 2020 പോലെയുള്ള ഒരു സംഘടന എന്തെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ട് പെരുമ്പാവൂര് നമ്മളെ
കിഴക്കമ്പലം ഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അവര് നമ്മളുടെ BJPയുടെ ഒപ്പം വന്നത് ശരിക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് കേരളത്തിൽ. നമ്മൾക്ക് കൂടെ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ശക്തിയാണ്. ഇതും കൂടി നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. അത് 2020 നമ്മളുടെ കൂടെ നിൽക്കാൻ, ഭരണം പിടിക്കാൻ കൂടി പറ്റുന്ന സാഹചര്യം ഒരുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.